ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ അത്ര വലിപ്പം, 50-ൽ താഴെ മാത്രം ജനസംഖ്യ. ലോക ഭൂപടത്തിൽ ഒരു ചെറിയ പുള്ളി പോലും ഇല്ലാത്ത, എന്നാൽ രാജപദവി അവകാശപ്പെടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പ്രദേശം. പറഞ്ഞു വരുന്നത് അധികം ആരും കേട്ടിട്ടില്ലാത്ത ഒരു രാജ്യത്തെ പറ്റിയാണ്. സീലാൻഡ് എന്നറിയപ്പെടുന്ന പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡിനെ പറ്റി. ഇംഗ്ലണ്ടിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് ഈ കൊച്ചു രാജ്യം സ്ഥിതി ചെയ്യുന്നത്. കടലിൽ തലയുയർത്തി നിൽക്കുന്ന വലിയ 2 തൂണുകൾ, അതിനു മുകളിൽ ഒരു പ്ലാറ്റ്ഫോം, 0.004 ചതുരശ്ര കിലോമീറ്റർ മാത്രം വലുപ്പം. അതാണ് ആരെയും അത്ഭുതപ്പെടുത്തുന്ന സീലാൻഡിന്റെ ഘടന. സീലാൻഡിന്റെ കഥ തുടങ്ങുന്നത് 2ാം ലോക മഹായുദ്ധ കാലത്താണ്. 1942-ൽ ജർമ്മൻ ആക്രമണങ്ങളിൽ നിന്ന് ഇംഗ്ലീഷ് തീരത്തെ സംരക്ഷിക്കാൻ ബ്രിട്ടീഷ് റോയൽ നേവി വടക്കൻ കടലിൽ വലിയൊരു സ്റ്റീൽ പ്ലാറ്റ്ഫോമുകൾ സ്ഥാപിച്ചു. ഇതാണ് മോൺസൽ സീ ഫോർട്ടുകൾ എന്നറിയപ്പെടുന്നത്. ഇതിലെ ഒരു കോട്ടയായിരുന്നു HM ഫോർട്ട്സ്. യുദ്ധം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ ഈ കോട്ട ഉപേക്ഷിച്ചു. ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടാതെ ജലത്തിൽ ഒറ്റപ്പെട്ടുകിടന്നു. വർഷങ്ങൾക്കിപ്പുറം 1960-കളിൽ പാഡി റോയ് ബേറ്റ്സ് എന്ന ഒരു മുൻ ബ്രിട്ടീഷ് ആർമി മേജർ അവിടെ എത്തുകയും 1966-ൽ റോയ് ബേറ്റ്സ് ഈ കോട്ട കൈവശപ്പെടുത്തുകയും ചെയ്തു. ആദ്യം പൈറേറ്റ് റേഡിയോ സ്റ്റേഷൻ തുടങ്ങാനായിരുന്നു നിശ്ചയിച്ചിരുന്നതെങ്കിലും നിയമപരമായ പ്രശ്നങ്ങൾ കാരണം ആ ശ്രമം ഉപേക്ഷിച്ചു. 1967-ൽ ബേറ്റ്സ് ഒരു ചരിത്രപരമായ പ്രഖ്യാപനം നടത്തി. അന്താരാഷ്ട്ര നിയമപ്രകാരം ഈ കോട്ട നോമാൻസ് ലാൻഡ് ആണെന്നും അന്താരാഷ്ട്ര ജലത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ താനാണ് ഇതിന്റെ ഭരണാധികാരി എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. അതോടെ 1967 സെപ്റ്റംബർ 2-ന് അദ്ദേഹം സ്വയം പ്രിൻസ് റോയ് ആയി അധികാരമേറ്റു. അങ്ങനെ പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ് സ്ഥാപിക്കപ്പെട്ടു. ഒരു ചെറിയ കോട്ടയുടെ പേരിൽ ബ്രിട്ടീഷ് സർക്കാരുമായി അവർക്ക് നിയമ പോരാട്ടങ്ങൾ നേരിടേണ്ടി വന്നു. എങ്കിലും കോട്ട അന്താരാഷ്ട്ര ജലത്തിലാണെന്ന് കോടതി കണ്ടെത്തിയതോടെ ബ്രിട്ടീഷ് സൈന്യത്തിന് അങ്ങോട്ട് പ്രവേശിക്കാൻ അനുമതി ലഭിച്ചില്ല. ഇത് സീലാൻഡിന്റെ അവകാശവാദത്തിന് വലിയ ബലമായി. ഭരണഘടനാപരമായ രാജവാഴ്ചയാണ് ഇവിടെ നടക്കുന്നത്. ബേറ്റ്സ് കുടുംബമാണ് രാജകുടുംബം. നിലവിൽ റോയ് ബേറ്റ്സിന്റെ മകൻ പ്രിൻസ് മൈക്കിൾ 1 ആണ് ഇവിടുത്തെ ഭരണാധികാരി. ലോകത്തിലെ ഒരു വലിയ രാജ്യത്തുള്ളതുപോലെ സീലാൻഡിന് സ്വന്തമായ പതാക, ദേശീയഗാനം, ഭരണഘടന, പാസ്പോർട്ടുകൾ, സ്റ്റാമ്പുകൾ എന്നിവയുണ്ട്. ഇതുകൂടാതെ ഇവർക്ക് സ്വന്തമായി സീലാൻഡ് ഡോളർ ഉണ്ട്. ഇത് US ഡോളറുമായി തുല്യ മൂല്യമുള്ളതാണ്. പ്ലാറ്റ്ഫോം നിയമപരമായി സ്ഥാപിക്കപ്പെട്ടതല്ലെങ്കിലും അതിൻ്റെതായ ഒരു നിയമവ്യവസ്ഥ അവർ പാലിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. കാഴ്ചയിൽ കുഞ്ഞനാണെങ്കിലും സീലാൻഡിന്റെ ചരിത്രത്തിൽ നാടകീയമായ ചില സംഭവ വികാസങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. 1978-ൽ സീലാൻഡിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഒരു ജർമ്മൻ പൗരൻ അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. വിവരമറിഞ്ഞ് ഹെലികോപ്റ്ററിലെത്തിയ ബേറ്റ്സ് തന്റെ രാജ്യമായ കോട്ട പിടിച്ചെടുത്തു. 2006-ൽ സീലാൻഡിൽ വലിയൊരു തീപിടുത്തമുണ്ടാവുകയും വലിയ നാശനഷ്ടമുണ്ടാവുകയും ചെയ്തു. പിന്നീട് അത് പുനഃസ്ഥാപിച്ചു. ഒരു ഘട്ടത്തിൽ വിൽക്കാൻ വെച്ച് ഈ രാജ്യത്തിന്റെ ഉടമസ്ഥാവകാശം വാങ്ങാൻ ലോകത്തെ പല പ്രമുഖരും ശ്രമിച്ചിരുന്നു. ഇന്ന് സീലാൻഡിനെ ഒരു രാജ്യമായി ആരും അംഗീകരിക്കുന്നില്ലെങ്കിലും ലോക ഭൂപടത്തിൽ സ്വയംഭരണം അവകാശപ്പെടുന്ന ഒരു വിചിത്രമായ ചരിത്ര സ്മാരകമാണ് ഇത്. ബേറ്റ്സ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വിചിത്രമായ ഒരു പരീക്ഷണം എന്നതിലുപരി സ്വാതന്ത്ര്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഒരു പ്രതീകം കൂടിയാണ്.